CJPയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതിഷേധം രാജ്യവ്യാപകമാകുകയാണ്. ഭരണത്തിലേറി 12 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ശരിക്കും ആടി ഉലയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ. പരീക്ഷ ചോർത്തി രാജ്യത്തെ അപമാനിച്ചതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കാതെ ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചവർക്കൊപ്പം തന്നെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടാവുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അർദ്ധരാത്രിയിലും എഴുന്നേറ്റ് നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമരം വൈകുന്തോറും നരേന്ദ്രമോദിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കാൻ പോകുന്നത്. കേന്ദ്ര നിലപാട് ഇന്ന് ഉച്ചയ്ക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വീണ്ടും CJP പ്രതിനിധികളുമായി സർക്കാരിൻ്റെ നിർണായക ചർച്ച ഉണ്ട്. അത് വച്ചിരിക്കുന്നത് തന്നെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താനാണ്. പക്ഷേ അതിനൊന്നും തയ്യാറാകില്ല സമരക്കാർ എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CJPയും പ്രതിപക്ഷവും. പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും ധർമ്മേന്ദ്ര പ്രധാനെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും രാജ്യം ഉറ്റുനോക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ കഴിയാതെ കൈയൊഴിയേണ്ടുന്ന ഒരവസ്ഥ പ്രധാനമന്ത്രിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹം രാജിവെച്ചാൽ അത് പ്രധാനമന്ത്രിയുടെ രാജിക്ക് തുല്യമാണ്. നരേന്ദ്രമോദി കീഴടങ്ങുന്നതിന് തുല്യമാണ് പ്രധാന്റെ രാജി എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും CJPയെയും പ്രതിപക്ഷത്തെയും അനുനയത്തിലെത്തിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് BJP അകത്ത് എടുത്തിരിക്കുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിമാരും CJP പ്രതിനിധികളും തമ്മിൽ നടത്തിയ 2 മണിക്കൂർ ചർച്ചയിൽ പ്രക്ഷോഭകർക്കെതിരായ കേസുകൾ പിൻവലിക്കണം, അതുപോലെ തന്നെ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുകയായി 1 കോടി രൂപ നൽകണം. അങ്ങനെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച CJPക്ക് സർക്കാർ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ ആവശ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണെന്നിരിക്കെ അതിന് വഴങ്ങാത്ത സർക്കാരിനോട് ഒരു കോംപ്രമൈസുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. കാരണം വിദ്യാഭ്യാസ മന്ത്രിയെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും എല്ലാം മാറുകയാണിപ്പോൾ. സർക്കാരിൻ്റെ തട്ടിക്കൂട്ടൽ പരിപാടിയൊക്കെ അങ്ങ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതായത് യുവരോഷം കൂടുതൽ കടുക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയിലെ നിയമനിർമ്മാണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ പിടിച്ചു നിൽക്കാൻ സർക്കാരിന് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നു. അതാരും മൈൻഡ് പോലും ചെയ്തില്ല. 3-ൽ 2 ആവശ്യങ്ങളും അംഗീകരിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് അംഗീകരിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവരെ സമയം നൽകിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാജ്യം അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ വലിയൊരു സമരാഗ്നിയിൽ ഇന്ത്യ വെന്തുരുകും എന്നുറപ്പാണ്. പാർലമെന്റ് സമ്മേളനം അടക്കം നടക്കുന്നതിനാൽ ഒരു ബില്ലും പാസ്സാക്കാൻ കഴിയാതെ സമരത്തിൽ മുങ്ങും എന്നുറപ്പാണ്. താൻ പരാജയപ്പെട്ടു എന്ന് ഈ രാജ്യത്തോട് പറയാതെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയും തുടർന്നിരിക്കുന്നു നരേന്ദ്രമോദി തൻ്റെ കരച്ചിൽ.